നമ്മളിപ്പോ കേരള മുസ്ലിം ജമാഅത്ത് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ച് ഇൻഷാ അല്ലാഹ് വരുന്ന 1-ാം തീയതി ഉള്ളാളത്ത് നിന്ന് സിയാറത്ത് കഴിഞ്ഞ് ചെർക്കള വെച്ച് മഹാനായ ശൈഖുന കാന്തപുര ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഉസ്താദിന്റെ 3-ാം കേരള യാത്ര അത് നടത്തുന്നുണ്ട്. മനുഷ്യർക്കൊപ്പം എന്നാണ് അതിന്റെ പ്രമേയത്തിന്റെ പേര്. മനുഷ്യർക്കൊപ്പം ഏതോ മനുഷ്യന്മാര് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളും അവരെ കൂടെ കൂടുക എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജാതി മത വ്യത്യാസമന്യേ എല്ലാ മനുഷ്യർക്കും ഉപകാരം ചെയ്യുക എന്നാണ്. എല്ലാവർക്കും നല്ലത് ചെയ്തു കൊടുക്കുക എന്നാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഏതെല്ലോ മനുഷ്യന്മാര് നടക്കും പോലെ നമ്മൾ അവർക്കൊപ്പം നടക്കുക എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല. ഞാൻ എന്റെ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഏതെങ്കിലും മനുഷ്യർക്കൊപ്പം നിന്നാലും നിന്നില്ലെങ്കിലും അത് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തു വരും. ഏതെങ്കിലും മനുഷ്യന്മാർക്കൊപ്പം നിന്നാലും നിന്നില്ലെങ്കിലും എന്ന് പറഞ്ഞതിനർത്ഥം മനുഷ്യർക്കൊപ്പം എന്ന ആ പ്രമേയം നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നല്ല. ഇപ്പൊ എല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. മറിച്ച് നമ്മളെല്ലാം തന്നെയാണ് ആ പ്രമേയം തെരഞ്ഞെടുത്തത്. ഞങ്ങൾ എല്ലാവരും കൂടി തെരഞ്ഞെടുത്ത പ്രമേയം. കാരണം മനുഷ്യൻ വർഗീയവാദിയാകാൻ പാടില്ല, മനുഷ്യൻ അക്രമകാരിയാകാൻ പാടില്ല, മനുഷ്യൻ പരസ്പരം വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്നവനാകാൻ പാടില്ല. മറിച്ച് മനുഷ്യൻ പരസ്പരം സഹകരിക്കുകയും ഉപകാരം ചെയ്യുകയും ചെയ്യുന്നവനാകണം. അതാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ വിവേചനങ്ങളൊന്നും ഇല്ല. മനുഷ്യന് വലിയ ബഹുമാനമുണ്ട്. ഈ ഭൂമി തന്നെ വൽ അർള വദഅഹാ ലിൽ അനാം, മനുഷ്യന് വേണ്ടിയാണ് സ്ഥാപിച്ചത് എന്ന് അല്ലാഹു പറയുന്നു. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതൊക്കെയും മനുഷ്യരായ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പടച്ചതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് അൽ ഖൽഖു ഇയാലുല്ലാഹി, സൃഷ്ടികൾ അല്ലാഹുവിന്റെ ആശ്രിതരാണ്. അതിനാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അൻഫഉഹും ലിഇയാലിഹി, അല്ലാഹുവിന്റെ ആശ്രിതരായ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്ന, ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളാണ്. അങ്ങനെ മനുഷ്യർക്കൊപ്പം നിങ്ങൾ കണ്ടില്ലേ, നിമിഷപ്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ, അവൾ അങ്ങ് യമനിൽ കൊല്ലപ്പെടാൻ പോകുന്നു. കുറഞ്ഞ മണിക്കൂർ മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി. അവളെ മതം ഏതാണ് എന്ന് നോക്കിയില്ല. അവൾ നമ്മുടെ ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ കൊല്ലപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെട്ടു. ഇതാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ ഉദാഹരണം. അവിടെ ആ സ്ത്രീ മുസ്ലിമല്ലല്ലോ എന്ന് ശൈഖുനാ ചിന്തിച്ചില്ല. കാരണം എല്ലാ മനുഷ്യരോടും ദയയും കാരുണ്യവും എല്ലാ മനുഷ്യർക്കും നന്മയും ചെയ്യുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. വർഗീയതയില്ല, ഭീകരതയില്ല, തീവ്രവാദമില്ല. ഇതാണ് മനുഷ്യർക്കൊപ്പം. അല്ലാതെ ഇപ്പൊ ഈ അടുത്ത് കേരളത്തിലൊരു ഇലക്ഷൻ കഴിഞ്ഞു, പഞ്ചായത്ത് കഴിഞ്ഞു, കുറച്ച് സ്ത്രീകൾ റോട്ടുമ്പിൽ ഇറങ്ങിയിട്ട് ആണുങ്ങളെ കൂടെ നിന്നിട്ട് തുള്ളലോ തുള്ളൽ, ഭയങ്കര തുള്ളൽ. അതും മനുഷ്യന്മാരാണല്ലോ. മനുഷ്യർക്കൊപ്പം നമ്മൾ പോയി തുള്ളന്നെ, ബാക്കിയുള്ള പെണ്ണുങ്ങൾ പോയിട്ട് അവിടെ തുള്ളന്നെ. അതല്ല മനുഷ്യർക്കൊപ്പം എന്നതിന്റെ അർത്ഥം. മനുഷ്യർക്ക് മുഴുവനും ഉപകാരം ചെയ്യുക എന്നതാണ്. ആ ഉപകാരത്തിൽപ്പെട്ടതാണ് തുള്ളാൻ പാടില്ല എന്ന് പ്രസംഗിക്കുക. കാരണം അങ്ങനെ ഈ മുസ്ലിം സ്ത്രീകൾ, നമ്മുടെ മുസ്ലിം സ്ത്രീകളോടാണല്ലോ മതത്തിന്റെ നിയമം പറയും. അല്ലാത്ത സ്ത്രീകളോട് നമ്മൾ നിസ്കരിക്കണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ മുസ്ലിം സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ കൂടെ പോയിട്ട് ചിലർ അവര് സ്വർഗത്ത് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് സെൽഫിയായി, സ്വർഗത്ത് കിടക്കണമെന്ന് വെച്ച് ജമാഅത്ത് ഇസ്ലാമിയായി, ചിലർ സ്വർഗത്ത് കിടക്കണമെന്ന് വെച്ചിട്ട് തബ്ലീഗിയമാരായി, വേറെ ചിലർ സ്വർഗത്ത് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് ആലിമീങ്ങളെ ചീത്ത പറയുന്ന ബുഹ്താനി ത്വരീഖത്തായി. ബുഹ്താൻ തരീഖത്ത് തന്നെ കള്ളം പറയുന്ന തരീഖത്ത് നേരത്തെ. ബുഹ്താൻ തന്നെ കള്ളം, പച്ചക്കള്ളം, കള്ളം മാത്രം പറയുന്ന ബുഹ്താനി തരീഖത്ത്. ഈ ബുഹ്താനി തരീഖത്ത് പോയിട്ട് ഓരോരുത്തർ ഇങ്ങനെ കളവ് ഇങ്ങനെ വിളിച്ചു പറയും, ആലിമീങ്ങളെ ചീത്ത പറയും, ആലിമീങ്ങളെ കുറ്റം പറയും ചെയ്യുമ്പോ
അത് തരീഖത്താണെന്ന് വിചാരിച്ച ആളുകൾ പോയി കൂടിയാൽ അവർ നരകത്തിലെത്തും. അപ്പൊ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അവർക്ക് ചെയ്യുന്ന ഉപകാരമാണ്. അമ്പിയാക്കൾ മുഴുവനും ചെയ്ത ദഅവത്തിന്റെ പ്രവർത്തനം അതാണ്. ഈമാൻ തെറ്റിപ്പോകാതെ ജനങ്ങളെ ഈമാനിലേക്ക് കൊണ്ടുവരിക, ഈമാനിലെത്തിയവരെ ഈമാനിൽ പിടിച്ചു നിർത്തുക, അതല്ലേ അമ്പിയാക്കൾ ചെയ്ത ദഅവത്ത്. ആ ദഅവത്താണ് പണ്ഡിതന്മാർക്കും ചെയ്യാനുള്ളത്. അതേസമയത്ത് അമ്പിയാക്കളുടെ പ്രവർത്തനത്തിൽ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയാലും നടത്തിയില്ലെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അതേ ആശയപ്രചരണം നടത്തണം എന്ന് ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതിനർത്ഥം സാന്ത്വന പ്രവർത്തനം വേണ്ട എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അതേ അങ്ങകലെ മദിയനിലെത്തിയപ്പോ അവിടെ 2 പെൺകുട്ടികൾ നിൽക്കുന്നു. ആ 2 പെൺകുട്ടികൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. മറ്റുള്ളവർ ആടുകളെ വെള്ളം കുടിപ്പിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവർ പറഞ്ഞു, ഞങ്ങളെ ബാപ്പാക്ക് പ്രായം കൂടുതലായി, അദ്ദേഹത്തിന് ആട്ടിനെയും മേച്ച് വരാൻ കഴിയില്ല, തെളിച്ചു വരാൻ കഴിയില്ല. ഈ ആണുങ്ങളെ കൂടെ പോയി നിന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം കോരിയെടുക്കാനും പറ്റൂല. നമ്മളെ ഈ ഇലക്ഷനിൽ ജയിക്കുമ്പോൾ തുള്ളുന്ന സൈസ് അല്ലല്ലോ അത് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളല്ലേ. അവൻ ഞങ്ങൾക്ക് അവരെ കൂടെ പോയിട്ട് തിക്ക് കൂട്ടാൻ പറ്റൂല. ഞങ്ങൾ കാത്തിക്കാണ്. മൂസാ നബി അലൈഹി സ്വലാം ആ ആട്ടിനെ കൂട്ടിക്കൊണ്ടുപോയി വെള്ളം കുടിപ്പിച്ച് ആ പെൺകുട്ടികളെ വിട്ടുകൊടുത്തു. ആ വകയിൽ അല്ലാഹു തആല എത്ര റഹ്മത്തും നിഅമത്തുമാണ് മൂസാ നബി അലൈഹി സ്വലാമിന് ചെയ്തു കൊടുത്തത്. ഇത് ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനമാണ്. അപ്പൊ നമ്മളെ സംഘടന ചെയ്യുന്ന സാന്ത്വന പ്രവർത്തനങ്ങളും അതുപോലുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കണം എന്നല്ല ആ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം. അതൊക്കെ നിർബന്ധമായും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാൻ പോകാറുണ്ട്. ജൂതനായ കുട്ടി, ആ കുട്ടി നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ രോഗം കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനു ശേഷം ആ കുട്ടിയുടെ രോഗം കണ്ടപ്പോൾ അടുത്ത സമയം മരിക്കുമെന്ന് മനസ്സിലാക്കി. ആ കുട്ടിക്ക് ഈമാൻ കിട്ടി. ആ കുട്ടി സ്വർഗത്തിലെത്തണം എന്ന ആഗ്രഹത്തോടെ ഷഹാദത്ത് കലിമ പറയാൻ വേണ്ടി നബി തങ്ങൾ ഉപദേശിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടി അച്ഛന്റെ മുഖത്തിങ്ങനെ നോക്കി. അച്ഛൻ പറഞ്ഞു, അബുൽ ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പോലെ ചെയ്തോ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോരുന്ന സമയത്ത് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. നരകത്തിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തിയ പടച്ചവനെ അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, ഈമാൻ രക്ഷപ്പെടുത്തലല്ലേ ഏറ്റവും വലുത്. പക്ഷെ ആ ഈമാൻ രക്ഷപ്പെടുത്താനുള്ള നിമിത്തമുണ്ടായത് എപ്പോഴാ? രോഗിയെ രോഗം കാണാൻ പോയപ്പോഴാ. അപ്പോൾ ഈമാൻ വിതരണം ചെയ്യണമെങ്കിലും ഈമാനിന്റെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും ഇത്തരത്തിലുള്ള പൊതുനന്മക്കുള്ള പ്രവർത്തനങ്ങൾ, സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടക്കണം. അത് നടക്കണ്ടെന്നല്ല. നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ചില കക്ഷികളുണ്ട്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്.